4. ചുമടുതാങ്ങികൾ. എനിക്ക് ദൈവശാസ്ത്രം പ്രശ്നമല്ല. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാണ് ഞാൻ പുതിയ കണ്ണാടിയിൽ നോക്കുന്നത്. അപ്പോളാണ് മൂക്കിന്റെ അറ്റത്തെ കറുത്ത പാട് ശ്രദ്ധയിൽപ്പെട്ടത്. അരവിന്ദാക്ഷനോട് ഞാൻ ചോദിച്ചു, അരവി, ഈ കറുത്ത പാട് എന്താണ്? വലിയ സൂക്ഷ്മനിരീക്ഷണം നടത്തി അവൻ പറഞ്ഞു, കറുത്ത പാണ്ടിന്റെ ആരംഭമാണ്. ശരിക്കു പറഞ്ഞാൽ പേടിച്ചുപോയി. കറുത്ത പാണ്ട്, ദൈവമേ, അതും മൂക്കിന്റെ അറ്റത്ത്. അതിനു വരാൻ കണ്ട ഒരു അറ്റം. പക്ഷേ അടുത്തുള്ള ഒരു വൈദ്യൻ അത് കുഴപ്പമില്ലാത്തതാണ് എന്ന് പറഞ്ഞു. കുഴപ്പമില്ലാത്ത പാണ്ട്, കാര്യം കുഴപ്പം തന്നെ. അടയ്ക്കാമരത്തിന് കുമ്മായം പൂശുന്ന പത്രോസ് ആശാൻ പറഞ്ഞു, ഓ, ഇത്തിരി പൗഡർ അടിച്ചാൽ മതിയെന്നേ. പക്ഷേ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് എനിക്ക് അതിന്റെ ഗൗരവം മനസ്സിലായത്. ശുദ്ധ സാത്വികന്മാർക്കും അത് വരാമത്രേ. കഷ്ടം. മരുന്ന് പുരട്ടിയാൽ മുറിഞ്ഞു വീഴുന്ന അരിമ്പാറ അല്ലല്ലോ മൂക്ക്. എന്തിനധികം അരിമ്പാറ പോലും വീഴില്ല. എന്നാൽ പൗഡർ ഇടുന്ന എൻ്റെ വലിയ തത്രപ്പാട് കണ്ട് അമ്മ പറഞ്ഞു, മോനെ, മറുകിനെ മറയ്ക്കാൻ നോക്കാത്തതാണ് നല്ലത്. ഞാൻ പറഞ്ഞു, ഇത് പാണ്ടാണ് അമ്മേ, പ്രശ്നമാണ് അമ്മേ. അമ്മ പറഞ്ഞു, നീ പോടാ പൊട്ട. ഞാൻ നിനക്ക് തന്ന ആദ്യ ഉമ്മയുടെ പാടാണ് അത് എന്ന് നിന്റെ അപ്പൻ എപ്പോഴും പറയുമായിരുന്നു. കഷ്ടം. അമ്മയുടെ ഫലിത ബുദ്ധിയും പാചക കസർത്തും എനിക്കില്ലല്ലോ എന്നോർത്ത് ഞാൻ അതിശയിച്ചു പോയി. പക്ഷേ അതിശയങ്ങൾ അധികം നീളുകയില്ല. അവയ്ക്ക് അതിനുള്ള യോഗമില്ല. കാലത്ത് ഷേവ് ചെയ്യുമ്പോൾ ഒരിറ്റു വെള്ളം കണ്ണാടിയിൽ തെറിച്ച് മൂക്കിനറ്റത്തെ പാണ്ട് മാഞ്ഞുപോയി. കണ്ണാടികൾ വരുത്തുന്ന വിനകൾ. എന്നാൽ അങ്ങനെ വിനകളിലൂടെ ചുമടുതാങ്ങികൾ മാഞ്ഞു പോകുന്നില്ല. എത്രയോ വെള്ളപ്പൊക്കങ്ങൾക്കു ശേഷവും അവ സ്മാരകങ്ങളായി ഉയർന്നു നിൽക്കുന്നു. എത്രയോ ചികിത്സകൾക്ക് ശേഷവും അപസ്മാരം കിതച്ചുകൊണ്ടേയിരിക്കുന്നു. കണ്ണാടിപ്പുഴയിൽ ആകെ ഒരു ചുമടുതാങ്ങിയേ ഉള്ളൂ. പഴയ മലയാളത്തിൽ അതിൽ കൊത്തിയിട്ടിട്ടുള്ള പേരുകളും തീയതികളും എനിക്ക് ഹൃദിസ്ഥം ആണ്. എൻ്റെ ഒരു മുത്തച്ഛൻ ജഗന്നാഥനും മുത്തശ്ശി കനകലക്ഷ്മിയും അവരുടെ കണ്ണാടിപ്പുഴയിലേക്കുള്ള വരവിൻ്റെ ഓർമ്മയ്ക്കു വേണ്ടി സ്ഥാപിച്ചതാണ് അത്. ഞാൻ തോമസ്. കണക്ക് എഴുതി ഉപജീവനം. നല്ലവണ്ണം കണക്ക് എഴുതും. നേർച്ച നേർന്നു പോയ പോലെ മദ്യം കഴിക്കും. ആഭിചാരത്തിൽ ഇതേവരെ വീഴ്ച വന്നില്ല. ഭാര്യ പണ്ടേ മരിച്ചുപോയി. 11 മാസം പ്രായമുള്ള മകനെ തൊട്ടിലിൽ ഉറക്കി നടക്കല്ല് ഇറങ്ങി മുറ്റത്ത് അവൾ പൊടിഞ്ഞ് ആഴ്ന്നു. സുന്ദരി, നല്ല ശീലം മാത്രം ഉള്ളവൾ, വിദ്യാസമ്പന്ന, പാചക വിദഗ്ധ, മാതാവിൻ്റെ വലിയ ഭക്ത, എപ്പോഴും നൊവേനയും പ്രാർത്ഥനയും. എന്നിട്ടും മേഴ്സിയെ ഞാൻ കൊന്നതേ അല്ല. മഞ്ഞപ്പിത്തം അടിമുടി ചായം ചാലിച്ച് നിറങ്ങളിൽ അവൾ അലിഞ്ഞ് മറഞ്ഞു. സ്ത്രീധനപ്പണം ലാഭിക്കാൻ വേണ്ടി തോമസ് അവളെ ചികിത്സിക്കാതെ കൊന്നു. ഭാര്യ വീട്ടുകാർ കേസ് കൊടുത്തു. പോലീസും കോടതിയും നാട്ടുകാരും അതുതന്നെ പറഞ്ഞു. അവരിൽ നിന്ന് രക്ഷപ്പെടാൻ തിരിഞ്ഞ് ഓടും വഴി ഗണപതി ക്ഷേത്രമതിൽ തകർത്ത ലോറിക്കടിയിലെ വിഘ്നത്തിൽ 2 കാലും ഒരു വാരിയെല്ലും ഒടിഞ്ഞു. വിറ്റും പെറുക്കിയും സ്വരൂപിച്ച് ഉണ്ടായിരുന്നതൊക്കെ ചികിത്സയിൽ ഇട്ടു. വണ്ടി ഇടിച്ചാൽ കാശു കിട്ടും എന്ന് അന്ന് കേട്ടത് ശരിയായിരുന്നു. പേടിക്കാനില്ല. അപകടം പോലും സമ്പാദ്യം. പക്ഷേ യോഗം വേണം.
യോഗമുണ്ടല്ലോ. 4 ലക്ഷത്തോളം രൂപ കിട്ടി. അല്പം ഇനി ബാങ്കിലുണ്ട്. ഏറെയും കൂട്ടുകാർ പറ്റിച്ചു. കൂട്ടുകാരല്ലേ, അവരിൽ നിന്ന് ആർക്കും രക്ഷയില്ലല്ലോ. കൂട്ടുകാരെ നാം തിരഞ്ഞെടുക്കുന്നില്ല. തിരഞ്ഞെടുപ്പിനും അതീതമായി നാം മറ്റു പലർക്കും കൂട്ടുകാരായിത്തീരുന്നു. ഉപരിതലത്തിൽ നിറം ചൂടുന്ന സൗഹൃദം കുടമാറ്റം നടത്തുന്നത് പോലും ചങ്ങലയിട്ട ആത്മാവിന്റെ മുതുകത്ത് ആണ്. വർണ്ണവിന്യാസങ്ങളുടെ കടുത്ത സൗന്ദര്യ സ്ക്രൂ പിരിഞ്ഞു പിരിഞ്ഞു കയറുന്നത് ഉറച്ച അസ്തിത്വത്തിന്റെ എല്ലിൽ ആണ്. നീതി എന്നത് വിഡ്ഢിപ്പാട്ടിന് താളം ആണ്. മൂല്യം എന്നത് മൂലയിൽ വയ്ക്കും വടി ആണ്. ഉപകാരം ചെയ്താൽ കൂലി ഊതൽ ആണ്. ചെറിയ തൊങ്കലും നിരന്തരമായ നെഞ്ചുവേദനയുമാണ് മറ്റു സമ്പാദ്യങ്ങൾ. കഴിഞ്ഞ ഒരു ദിവസം 2 കന്യാസ്ത്രീകൾ വീട്ടിൽ വന്ന് എന്നെ ഉപദേശിച്ചു. ചുരുക്കം ഇത് ആയിരുന്നു: മദ്യം കഴിക്കരുത്, അത് പിശാചാണ്, തിന്മകളുടെ അമ്മയാണ്. അപ്പോഴും അല്പം കഴിച്ചിരുന്നു. അതിനാൽ അവരോട് വൈരാഗ്യമൊന്നും തോന്നിയേയില്ല. സ്വഭാവങ്ങൾ. മദ്യം അകത്തു ചെല്ലുമ്പോൾ തലയിലെ കെട്ടുകൾ അഴിയുന്നത് എങ്ങനെ എന്ന് അറിയാൻ ഇടകിട്ടാത്ത ഭാഗ്യഹീനകൾ. കുർബാന സ്വീകരിക്കാൻ മാത്രം അറിയാം. എനിക്ക് സഹതാപം തോന്നി. അത് ചീത്തയാണ് എന്നറിയാം. പക്ഷേ മദ്യപാനം നിർത്തിയാൽ എല്ലാത്തരം രോഗങ്ങളും മാറുമെന്നും അവസാനം ദൈവത്തിരുമുൻപിൽ ഒറ്റയ്ക്ക് ചെല്ലുമ്പോൾ, ഒറ്റയ്ക്ക് ദൈവമുമ്പിൽ തിരിയുമ്പോൾ പേടി തോന്നില്ല എന്നും ഒക്കെ പറഞ്ഞാൽ സഹതപിച്ചു പോകാതെ എന്തു ചെയ്യും? പിന്നെ പറയുന്നു ഭാര്യയും കുട്ടികളുമൊക്കെയായി ഉള്ള ബന്ധം ശിഥിലമാകും എന്ന്. കഷ്ടം. വലിയ പറമ്പിലെ സച്ചിദാനന്ദന്റെ ഭാര്യ ലീലാമണി 8 വർഷം മുൻപ് മരുന്നു കമ്പനിക്കാരന്റെ കൂടെ ഒളിച്ചോടിയതും കുട്ടിയെങ്കിലും വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ട് സച്ചിദാനന്ദൻ കോടതി കയറിയതും അവൻ ഡോക്ടർ ആയതുകൊണ്ടോ പേര് സച്ചിദാനന്ദൻ എന്ന് ആയതുകൊണ്ടോ മദ്യപാനി ആയതുകൊണ്ടോ ആയിരുന്നില്ല. എനിക്ക് സച്ചിദാനന്ദനെ അറിയാം. അവൻ മദ്യം കഴിച്ചേയില്ല, പുകവലിച്ചേയില്ല, നുണ പറയാൻ പോലും അശക്തൻ. എൻ്റെ ചെറുപ്പത്തിൽ അയൽ വീട്ടിൽ മദ്യപാനത്തിൻ്റെ ആഘോഷം കണ്ടിട്ടുണ്ട്. കുട്ടികളില്ലാത്ത വിഷമം തീർക്കാൻ പൊറിഞ്ചു എന്നും കുടിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. ആദ്യമൊക്കെ കർമ്മലി വഴക്കിട്ട് നോക്കി. പിന്നെ പിന്നെ പൊറിഞ്ചു വരുമ്പോൾ കർമ്മലിക്കും ഒരു കുപ്പി വീതം കരുതി. വീടിൻ്റെ കോലായിൽ ഇരുന്ന് മദ്യം കഴിച്ച് അവർ നടത്തി വന്ന വെടിപറച്ചിൽ അയൽക്കാർക്ക് വിഷമമാണെന്ന് പറഞ്ഞ എൻ്റെ അപ്പൻ്റെ നേർക്ക് അവർ തട്ടിക്കയറി. പോരാത്തതിന് സന്മാർഗവാദി എന്ന് വിളിക്കാൻ പാടില്ലാത്തതും വിളിച്ചു. പക്ഷേ മരം വെട്ടുകാരൻ ചാരായം കുടിച്ച് ആടി ആടി തെറിപ്പാട്ട് പാടിപ്പോയപ്പോൾ കർമ്മലി ചോദിച്ചു പോയി, ഭാസ്കര, ചുറ്റുപാട് നോക്കണ്ടേ? ഭാസ്കരൻ പറഞ്ഞു, ഹോ, ചുറ്റുപാടുമൊക്കെ എനിക്ക് രോമ. എന്തിനധികം, അവസാനം വിറ്റുപെറുക്കി അവർ ആനമലയ്ക്ക് കുടികയറി. ഇപ്പോൾ മരിച്ചിട്ടുണ്ടാകും. ആർക്കറിയാം? എനിക്ക് അറിയാം. അവ്യക്തവും ദുരൂഹവും ജഡിലവും ആയ വിധിയുടെ വഴികളിൽ കൂടെ അവർ ഒരുമിച്ച് തുഴയുക ആയിരുന്നു എന്ന്. വിശ്വസിച്ച ദൈവത്തിൻ്റെ മൗഢ്യത്തിനു വേണ്ടി ഒരു അനുഷ്ഠാനത്തിൻ്റെ വൃത്തികെട്ട സഹതാപം പൊലിക്കുക ആയിരുന്നുവെന്ന്. അവരുടെ തെറികൾ ആണ് ഞാൻ ആദ്യം കേട്ടവ. പക്ഷേ ആ കവചം ഞാൻ അണിഞ്ഞിട്ടേയില്ല. കാരണം
അപ്പനിൽ നിന്നോ അമ്മയിൽ നിന്നോ എനിക്ക് അത് ലഭിച്ചില്ല. അവർ തെറിയാൽ ശുഷ്കമാക്കപ്പെട്ടവർ, തെറി പറയുന്നവർക്ക് ബഹുമാന്യർ, കോളേജിൽ അധ്യാപകർ. എന്നാൽ അപ്പൻ കണ്ണാടിപ്പുഴയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. കമ്മ്യൂണിസ്റ്റിനെ കാണിക്കാൻ ഇറച്ചിവെട്ടുകാരൻ ഔദോ തുണി പൊക്കി കാണിച്ചു. കയ്യിൽ വാക്കത്തിയുമുണ്ടായിരുന്നു. അന്ന് അപ്പൻ ഓടിപ്പോയില്ല എന്നും വാക്കത്തി വാങ്ങി വലിച്ചെറിഞ്ഞു എന്നും അപ്പൻ്റെ ആദ്യകാല കൂട്ടുകാരൻ തന്നെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. എല്ലാം അറിഞ്ഞു. അപ്പോൾ പാവം തോന്നുന്നു. കണ്ണാടിപ്പുഴ രാജാവിൻ്റെ കയ്യിൽ നിന്നും പട്ടും വളയും വാങ്ങിയ വൈദ്യരുടെ 12 മക്കളിൽ ഭാഗ്യസ്ഥാനീയൻ. അന്നത്തെ കാലത്ത് അതുതന്നെ ഭാഗ്യം. ഭാഗ്യത്തിനും കാലങ്ങൾ ഉണ്ട്. അതെല്ലാം നിൽക്കട്ടെ, കാര്യത്തിലേക്ക് വരാം. 2 അടി നീളമുള്ള മരക്കുരിശും 2 ഇഞ്ച് നീളം ഉള്ള ഓട്ടുമണിയും ഏന്തി പ്രേതസഞ്ചാരം ഉണ്ട് എന്ന് നാട്ടുകാർക്ക് തോന്നുന്ന സ്ഥലങ്ങളിൽ ഓരോ ഇടത്തും ചെന്ന് രാത്രി തൊള്ള തുറക്കുന്ന കൂട്ടുകാരെ ഓർത്ത് അവൻ ഒറ്റക്കു നിന്നു ചിരിച്ചു. അന്നത്തെ കാലങ്ങളും അങ്ങനെ ആയിരുന്നു. ഇന്നത്തെ കാലങ്ങൾ പോലെ തന്നെ. കാര്യം അറിയാതെ ചിരിക്കുന്നവരുടെ കാലം. വൈദ്യരുടെ ആദ്യത്തെ മക്കളൊക്കെ പെട്ടെന്നു മരിച്ചു. രണ്ടാമത്തവൻ ഒഴികെ. അവൻ വർക്കി. അപ്പനെപ്പോലെ വിദഗ്ധ വൈദ്യൻ. ഒരു പെസഹ വ്യാഴാഴ്ച ഉച്ച മുതൽ മദ്യപാനം തകർത്തു. ആടി വന്നു. വഴിയിൽ വെച്ച് പാമ്പു കടിച്ചു. കൂട്ടുകാരൻ മുറവിളി കൂട്ടുമ്പോൾ വർക്കി പാമ്പിനെ തിരിച്ചു ചവിട്ടുന്നു. നീ എന്നെ കടിക്കുമോടാ പാമ്പേ എന്നും ചോദിച്ചുകൊണ്ട്. അതിൻ്റെ ചുരുക്കം ഇതാണ്: നല്ല കടി 4. കോൽ എടുക്കും മുൻപേ പാമ്പു ചത്ത പഴഞ്ചൊല്ലിൽ തൂങ്ങിയാടി വർക്കി മഞ്ചലിൽ വീട്ടിൽ എത്തി. അവന് അപ്പോഴും നല്ല ബോധം ഉണ്ടായിരുന്നു. എത്ര കുടിച്ചാലും ശമിക്കാത്ത ബോധം. നമ്പൂതിരി കൂട്ടുകാരൻ പറഞ്ഞു, എത്ര പാടുകഴിച്ചാ മനുഷ്യന്മാർ ബോധമുണ്ടാക്കാൻ പരിശ്രമിക്കുക? എത്ര തുക മുടക്കിയ ആ ബോധം പോകാൻ മദ്യം വാങ്ങിക്കഴിക്കുക? കഷ്ടം. വർക്കിയുടെ ബോധം പോയില്ല. വർക്കിക്ക് പേടിയും വന്നില്ല. അവൻ പല്ലുകൾ കടിച്ചു പിടിച്ചു. പീന്നാറി വേരു കഷായം വെച്ചു കുടിച്ചു. പിറ്റേന്ന് ദുഃഖവെള്ളി. പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച അപ്പനും അമ്മയും വന്ന ശേഷം സൂര്യൻ ഉദിച്ച് 7 നാഴിക പുലർന്നു. രോമകൂപങ്ങളിൽ രക്തം മുട്ടിത്തുടങ്ങി. കഷ്ടം അല്ല, ഭാഗ്യം. മാധുവുണ്ട് വരുന്നു. 2ാം ലോക മഹായുദ്ധം മുഴുവൻ തകർത്തുവാരി ചോറ്റുപട്ടാളത്തിൽ നിന്നും വിരമിച്ച ആദി കമ്മ്യൂണിസ്റ്റ്. എൻ്റെ അപ്പൻ ആകാൻ പോകുന്നവൻ. മടിയിൽ തലവെച്ച് വർക്കി പറഞ്ഞു, മാത്തച്ച, എൻ്റെ മക്കളെ നോക്കിക്കൊള്ളണം. വർക്കി കണ്ണടച്ചു. അത് മറ്റൊരു സത്യം. ദുഃഖവെള്ളി ദിവസം കണ്ണടച്ചാൽ ക്രിസ്ത്യാനികൾ സ്വർഗത്തിലേ ഉണരൂ. വർക്കിയും സ്വർഗത്തിൽ പോയി. വർക്കിയുടെ മക്കളെ മാത്തച്ഛൻ ഏറ്റു. മന്ദബുദ്ധിക്ക് മരുന്നുണ്ട്, മണ്ടത്തരത്തിന് മരുന്നില്ല. ഇത് മണ്ടത്തരമല്ല, ബുദ്ധിയല്ല. അപ്പൻ്റെ കഥകൾ അറിഞ്ഞപ്പോൾ പാവം തോന്നുന്നു എന്ന് പറയാൻ കാരണം പ്രത്യേകിച്ച് മറ്റു കാരണങ്ങൾ ഒന്നുമല്ല. വർക്കിക്ക് മക്കൾ 5, ഇളയതിന് 1.5. പറമ്പിൽ കപ്പ കുത്തിക്കിട്ടിയ തുകയും പട്ടാള സമ്പാദ്യവും ചേർത്ത് മാത്യു ചേട്ടൻ്റെ മക്കൾക്ക് പുതിയ വീട് വാങ്ങി. പാലുകാച്ചൽ ചടങ്ങു കഴിഞ്ഞ് കടവിന് അപ്പുറം മെഷീനറി സ്ഥാപിച്ച വലിയ കോളേജിൽ അധ്യാപകനായി ആദി കമ്മ്യൂണിസ്റ്റ് പ്രേക്ഷിത വേല ആരംഭിച്ചു. പിന്നെയും 2 കൊല്ലം കഴിഞ്ഞ് അന്ന അതേ കോളേജിൽ വന്നു. അപ്പാപ്പൻ അന്നയെയും കൊണ്ട് തീവണ്ടിയിൽ വന്ന് ഇറങ്ങി. ബാക്കി വഴി മുഴുവൻ നടന്ന് മോളെ ചേർക്കാൻ എത്തി. അന്ന് കണ്ണാടിപ്പുഴയിൽ ഒരു പള്ളിയും അതിനോട് ചേർന്ന് ഒരു പ്രൈമറി സ്കൂളും ഒരു അമ്പലവും
കുറേ മാളികകളും പിന്നെ ചെറിയ ചെറിയ വീടുകളും ഉണ്ടായിരുന്നു. 3 നിലയിൽ പണിത് മച്ചിൽ ഈറ്റയുടെ ഇല നിരത്തി അതിനു മുകളിൽ ചെളി പൊത്തി മെഴുകി അപ്പൂപ്പന്റെ അപ്പൻ ഉണ്ടാക്കിയ വീട് പള്ളിമുറ്റത്തു നിന്നാലും കാണാമായിരുന്നു. ഓലമേഞ്ഞ വലിയ ഒരു കൂടാരം, അതിൻ്റെ ഇറയത്തിൻ്റെ വക്കത്ത് 1.5 അടി വീതിയിൽ പാകി ഉറപ്പിച്ച തേക്കുപലകയിലിരുന്ന് രോഗികൾ ചാരുകസേരയിൽ കിടന്നിരുന്ന അപ്പൂപ്പനോട് രോഗവിവരം പറഞ്ഞു. അതിഥികൾ വരുമ്പോൾ ഇട്ടുകൊടുക്കുന്ന പുൽപ്പായയിൽ ഇരുന്ന് മാത്യുവിൻ്റെയും അന്നയുടെയും കല്യാണ നിശ്ചയം നടന്നു. 2.5 കൊല്ലത്തെ പ്രണയം പൂവണിഞ്ഞു. പിന്നെ 2 കായ്കൾ. അതിൽ ഞാൻ രണ്ടാമൻ. ദത്തെടുത്ത 5 മക്കളുടെ കൂടെ അപ്പൻ ഞങ്ങളെയും കൈക്കൊണ്ടു. ചേട്ടന് കൊടുത്ത വാക്കു പാലിക്കണം പോലും. അന്ന അതിൽ നിരന്തരം തെറ്റിദ്ധരിച്ചു. കുട്ടികൾ ഏൽക്കുന്ന ശകാരം, റെക്കോർഡ് ബുക്കുകളിൽ കുറുകെ വീഴുന്ന വരകൾ, കറിയിൽ ഉപ്പില്ല എന്ന പരാതി, എരിവ് കൂടി എന്ന ദേഷ്യം. അന്ന തെറ്റിദ്ധരിച്ചു തീർന്നു. കലഹനാളം പുകഞ്ഞ് താഴ്ന്ന് തീർന്നു. സങ്കടം ഉണ്ട് ഒരിക്കലും പുറത്തെത്താനാകാതെ തകരുന്ന കവിത ആഴ്ന്ന് ദുരിതാർത്ഥം ആയി അർബുദക്കിടക്കയിൽ പഴകിയ തലയിണ കടിച്ചമർത്തി അർത്ഥം അറിയാത്ത സഹനത്തിൻ്റെ ശ്ലഥവിലാപം ചൂടി. അപ്പനും സങ്കടമുണ്ടാകും. മൂത്ത മകൾ കന്യാസ്ത്രീയായതു കണ്ട്, ഇളയവൻ പഠിക്കാതെ സതിരു കാഞ്ഞു നടക്കുന്നത് കണ്ട്, ദത്തെടുത്തവരുടെ ഒക്കെ ചുണ്ടിൽ പരിത്യക്തഗാഥ ഉയരുന്നത് കേട്ട്, തകർന്നു വീഴുന്ന മരണത്തെ ആദ്യകാല സ്ഥിതി സമത്വവാദി വരിച്ചു. അന്ന് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല. വേദമന്ത്രങ്ങളെ ഓർക്കുന്ന പഴയ അധ്യാപകൻ പോലും ആയിരുന്നില്ല. പാരമ്പര്യവാദിയും അല്ലായിരുന്നു. പച്ച മനുഷ്യനാണ് മരിക്കുന്നത്. കൊച്ചുകുട്ടികൾ ആണ് മരിക്കുന്നത്. മരണം ജീവിതത്തെ ആണ് കിള്ളുന്നത്, സംസ്കാരത്തെയോ ദർശനത്തെയോ അല്ല. വിഡ്ഢികൾ പിന്നീട് കൊണ്ടുവരുന്നത് ഇടവേള നിറയ്ക്കുവാനുള്ള അർത്ഥമാണ്. അപ്പൻ്റെ ജീവിതത്തിൻ്റെ ആകെ അർത്ഥം ഞാൻ ആണ്. എന്താണ് അതിൻ്റെ അർത്ഥം? എൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ആകട്ടെ അപ്പൂപ്പൻ്റെ അർത്ഥമാണ് തിരയുന്നത്. 1 നൂറ്റാണ്ടിന് മുൻപ് അപ്പൂപ്പന് ആദ്യ പെൺകുഞ്ഞു ജനിച്ചു. 8-ാം നാൾ ആ കുഞ്ഞു മരിച്ചു. പിന്നെ വർഷം തോറും അമ്മൂമ്മ പ്രസവിച്ചു. മുയൽ പ്രസവം. 2-ാമത്തെ ആൺകുട്ടിയും 9-ാമത്തെ ആൺകുട്ടിയും പിന്നെ ഉണ്ടായ പെൺമക്കളോടൊത്ത് വളർന്നു. അതിൽ 12-ാമത്തവൾ അല്പബുദ്ധിയായിരുന്നു. 60 വയസ്സായപ്പോൾ വൈദ്യർ മദ്യപാനം തുടങ്ങി. ആദ്യം ഇലിപ്പക്കാതൽ അരിഷ്ടം കെട്ടി ആയുർവേദ വിധിപ്രകാരം കഴിച്ചു. പിന്നെ പിന്നെ കള്ളുവാറ്റി. പിന്നെ പിന്നെ പട്ടും വളയും വാറ്റി. പിന്നെ പിന്നെ ഒരു വാറ്റുപകരണം പോലെ സ്വാതന്ത്ര്യ സമരമുറകളെല്ലാം തട്ടിൻപുറത്തിന് കാണിക്കയായി. ചർക്ക തിരിയാത്തതായി. സ്വാതന്ത്ര്യമെന്നത് ഒരു തെറ്റിദ്ധാരണയായി. അപ്പൂപ്പന് 80 വയസ്സായപ്പോൾ ട്രഷറിയിൽ നിന്നും കറുപ്പ് കിട്ടിയിരുന്നു. അപ്പൻ അത് വാങ്ങാൻ തുക കൊടുത്തിരുന്നു. കഷ്ടം. പിതൃസ്നേഹത്തിന് ശമ്പളത്തിൻ്റെ 1/4 ഭാരം. സർക്കാർ കൊടുത്ത കറുപ്പിനുള്ള പെർമിറ്റ് എൻ്റെ പോക്കറ്റിൽ സൂക്ഷിച്ച് ഞാൻ അപ്പൂപ്പൻ്റെ കൂടെ ആദ്യകാല ബസ് യാത്രകൾ നടത്തി. കരിവണ്ടിയിൽ ചുമ തൂകുന്ന സഞ്ചാരം. ട്രഷറിയുടെ അരികിലുണ്ടായിരുന്ന ബോട്ട് ജെട്ടി ഇന്ന് ബസ് സ്റ്റാൻഡ് ആണ്. ബോട്ടുചാൽ ഒരു ഇടവഴിയും. എത്ര പെട്ടെന്ന് എല്ലാം തിരിഞ്ഞുമറിയുന്നു. അപ്പൂപ്പനും പെട്ടെന്ന് തിരിഞ്ഞുമറിഞ്ഞു. 88 എന്നു പറയുന്നത് 1.5 പ്രഭവാദി വർഷം പോലും അല്ല. കമ്മ്യൂണിസവും വിമോചന സമരവും കാറ്റിൽ തേങ്ങി നിന്ന കാലം.
അപ്പൂപ്പന്റെ അല്പബുദ്ധിയായ മകളും മരിച്ചു. അവളുടെ മകൾ ആണ് മാർത്ത.